ഇന്ന് എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ വെജിറ്റബിൾ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിന് പേര് പറയുന്നത് പച്ചത്തീയൽ. എന്നുവെച്ചാൽ തീയലിൻ്റെ സാധനങ്ങളൊക്കെയാണ്, പക്ഷേ വറുത്തല്ല അരയ്ക്കുന്നത്, എല്ലാം പച്ചയ്ക്ക്. അതിനാദ്യം ഞാൻ തേങ്ങ അങ്ങ് അരയ്ക്കുക. ഒരു മുറി തേങ്ങ, അതിനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നില്ല. ഇതിൻ്റെ തേങ്ങയുടെ കൂടെ തന്നെ അങ്ങ് അരയ്ക്കുകയാണ് പതിവ്. ഒരു 3-4 കൊച്ചുള്ളി ചേർത്ത് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചവിടെ വയ്ക്കണം. പിന്നെ കഷ്ണങ്ങളെല്ലാം വേകാൻ വയ്ക്കുക. അതിന് കായിട്ടു, കൊച്ചുള്ളി, ഒരു മുരിങ്ങയ്ക്ക, 2-3 പച്ചമുളക്, ഒരു തക്കാളി, സ്വല്പം ചേന, പിന്നെ പൊടികളിട്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ. ശരിക്കും പറഞ്ഞാൽ മല്ലിപ്പൊടിയാണ് സ്വല്പം മുമ്പോട്ട് നിൽക്കേണ്ടുന്നത്. അത് നല്ലപോലെ ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ച് വേകാൻ വയ്ക്കുക. ആ ചേന ഞാനൊന്ന് കുക്കറിലിട്ട് ഒരു വിസിലടുപ്പിച്ച് വെച്ചത്. ഇനി വെന്തില്ലെങ്കിൽ അത് ശരിയാകത്തില്ല. പിന്നെ വെന്ത് കഴിഞ്ഞപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ഇനി അരപ്പ് കലക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അരപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച്, വെള്ളം കൂടി പോകണ്ട, എന്നാൽ തീരെ കട്ടിക്കുമല്ല ഇരിക്കേണ്ടത്. ആ പരുവത്തിൽ വെള്ളം ഒഴിച്ച് കലക്കി ഒഴിച്ച് ഒരു തിളയൊന്ന് വരണം. അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിനുള്ള പുളി, മുളക്, ഉപ്പും എല്ലാം ഉണ്ടോ എന്നൊന്ന് നോക്കി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചേർക്കണം. ഇതെല്ലാം ഞാൻ ആദ്യം ചേർത്തതെല്ലാം പരുവത്തിലുള്ളതാണ്. ഇനി നല്ലപോലെ ഒന്ന് ചൂടായാൽ മതി, വലിയ തിളയൊന്നും വരണ്ട. ഇനി അതൊന്ന് കടുക് വറുത്തിടണം. ഇത് ശരിക്കും പച്ചക്കറികളുടെ കറികൾ ഇഷ്ടമുള്ളവർക്കാണ് ഇതൊക്കെ താല്പര്യം വരുന്നത്. കടുക് വറുക്കാനായിട്ട് പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റൽമുളക്, കടുകും ഇട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ആ കറിയിലോട്ടങ്ങ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അരപ്പ് കലക്കി ഒഴിച്ചപ്പോൾ ഇച്ചിരി ഉലുവാപ്പൊടി ഇടാൻ വിട്ടുപോയി. അത് ഞാനിപ്പോൾ ഇത് കടുക് വറുക്കുന്നതിൻ്റെ തീ നിർത്തി കഴിഞ്ഞിട്ട് ആ ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. എന്നിട്ട് ഈ കറിയിലോട്ട് വറുത്തിട്ടത് ഇടുക. എളുപ്പം ചെയ്യാവുന്നതും ഉള്ളൊരു കറിയാണ്. ഞങ്ങൾക്കൊക്കെ ഈ കറികളൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടായിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും പച്ചക്കറി വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. ആരെങ്കിലും പച്ചക്കറി താല്പര്യമുള്ളവരൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് ഒരഭിപ്രായം പറയാമെങ്കിൽ നല്ലതായിരുന്നു.